പൗരത്വ നിയമത്തിനെതിരെ സംസ്ഥാനത്തും വ്യാപക പ്രതിഷേധം. നിയമം മതരാഷ്ട്രവാദത്തിലാണെന്നും കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും CPIM ആവർത്തിച്ചു. കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് മതധ്രുവീകരണമാണെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. എന്നാൽ മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ആരോപണങ്ങൾക്കുള്ള BJPയുടെ മറുപടി. പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിന് പിന്നാലെ സംസ്ഥാനത്തൊട്ടാകെ പ്രതിഷേധം ശക്തമാവുന്നു. തിരുവനന്തപുരത്ത് LDFന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. BJP നീക്കം വർഗീയ ധ്രുവീകരണത്തിലൂടെ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനെന്ന CPIM പ്രതികരണം. വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് അയോധ്യയിൽ നടത്തിയിട്ടുള്ള രാമക്ഷേത്ര പ്രതിഷ്ഠയും തുടർന്നുള്ള ക്ഷേത്ര ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും യഥാർത്ഥത്തിൽ കാണുന്നത് അവർ ലക്ഷ്യം വെക്കുന്നത് വോട്ടാണ് എന്ന് തന്നെയാണ്. രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള നീക്കമെന്ന് കോൺഗ്രസും പ്രതികരിച്ചു. രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ, രാജ്യത്തെ വിവിധ തട്ടുകളിലാക്കാൻ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം തീരുമാനിക്കാനുള്ള ഒരു തീരുമാനത്തെയും ഞങ്ങൾ അംഗീകരിക്കില്ല. അതിനെ ചെറുത്തു തോൽപ്പിക്കും. ഇത് അടിസ്ഥാനപരമായി ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണ്. എന്നാൽ പ്രതിഷേധങ്ങൾക്കുള്ള BJP മറുപടി ഇങ്ങനെ: ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കിട്ടുമോ എന്നാണ് ഇരു മുന്നണികളും പരിശ്രമിക്കുന്നത്. അതിനുവേണ്ടിയുള്ള വലിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. മുസ്ലിം സമുദായത്തെ കബളിപ്പിക്കുകയാണ് LDFും UDFും. സുപ്രീം കോടതിയിലെ കേസിൽ കക്ഷി ചേരുമെന്ന് CPI നിലപാട് അറിയിച്ചു. ഇനിയങ്ങോട്ട് വിഷയത്തിൽ പ്രതിഷേധം കടുക്കും. യൂത്ത് ലീഗ് ഫ്രീഡം നൈറ്റ് മാർച്ചും കോൺഗ്രസ് നേതാക്കൾ രാജ്ഭവൻ മാർച്ചും നടത്തും. അതിനിടെ കഴിഞ്ഞ ദിവസം രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയ 102ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.